യൂസിലൊക്കെ എല്ലാവരും തന്നെ ചെയ്യുന്നതെങ്കിൽ ഇന്ത്യയിൽ ആരും ചെയ്യാത്ത ബിസിനസ് ഐഡിയാസിൻ്റെ ഒരു സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ആമസോൺ KDP അഥവാ ആമസോൺ കിൻഡൽ ഡയറക്റ്റ് പബ്ലിഷിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്ന് പറയുന്നത് ജസ്റ്റ് KDP എന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ബേസിസിൽ നമുക്ക് ഏതാണ്ട് 1500 മുകളിൽ കമൻസ് ആണ് അതിൽ ആ ഒരൊറ്റ വീഡിയോയിൽ വന്നേക്കുന്നത്, ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട്. സോ ലെറ്റ്സ് മേക്ക് എ വീഡിയോ. എൻ്റെ ബിസിനസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ആമസോൺ KDPയിൽ ഫ്രം ദ സ്ക്രാച്ച് എങ്ങനെ ഒരു ബുക്ക് ഡിസൈൻ ചെയ്ത് അതിനുള്ള ഐഡിയ കണ്ടെത്തി അതെങ്ങനെ ഡിസൈൻ ചെയ്ത് അത് പബ്ലിഷ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോ മസ്റ്റായിട്ടും ലാസ്റ്റ് വരെ കാണുക. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗൂഗിളിൽ ചെന്നിട്ട് ആസ് യൂഷ്വൽ ആമസോൺ KDP എന്ന് സെർച്ച് ചെയ്യാം. KDP എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു KDP ബുക്ക് ഷെൽഫ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ആയിരിക്കും വരിക. അതിൽ നമ്മൾ ജോയിൻ KDP കൊടുക്കുക. അവിടെ നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ID, പാസ്വേഡ്, കാര്യങ്ങളെല്ലാം പാസ്വേഡ് നിങ്ങളുടെ റീഎൻ്റർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കൊടുക്കുക. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോഴത്തേനും ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് വരും. അതായത് നമ്മുടെ ഐഡൻറ്റിറ്റി. നമ്മുടെ ഐഡൻറ്റിറ്റിക്കകത്ത് നമ്മൾ വലിയ കാര്യമായിട്ട് കൊടുക്കാനൊന്നുമില്ല, പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ പാൻ കാർഡ് കൊടുക്കാൻ പറ്റും, ആധാർ കാർഡ് കൊടുക്കാൻ പറ്റും, വോട്ടേഴ്സ് ID ആൻഡ് ഡ്രൈവിംഗ് ലൈസൻസ്. ഇതിൽ ഏതെങ്കിലും ഒരു ID നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി. പക്ഷേ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിത് PC-ക്കകത്തു നിന്നായിരിക്കും ഓബിയസ്ലി ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും PC-ന്ന് ഡയറക്റ്റ് നിങ്ങളുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് ക്രോപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത് മോസ്റ്റ് ഓഫ് ദ കേസസിൽ ഇത് റിജക്റ്റ് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വെരിഫിക്കേഷൻ കറക്റ്റ് ആയില്ല, ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ കറക്റ്റ് ആയില്ല എന്ന് പറഞ്ഞിട്ട് ഇത് റിജക്റ്റ് ആയി പോകും. നമുക്കത് വീണ്ടും അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റിജക്റ്റ് ആവുമെന്ന് പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട, നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക. അതായത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചല്ലോ, പിന്നെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ മാത്രം ഫോണിനകത്തുനിന്ന് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. ഫോണിനകത്തുനിന്ന് നമ്മൾ ഡയറക്റ്റ് ഐഡൻറ്റിറ്റി വെരിഫിക്കേഷനുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമ്മുടെ പാൻ കാർഡോ ID കാർഡോ ഏതാ കയ്യിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മേശയിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള സർഫസിൽ പ്ലേസ് ചെയ്തതിന് ശേഷം ഫോണിൽ തന്നെ ഡയറക്റ്റ് ഫോട്ടോ എടുക്കുക. സോ ആ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത് കിൻഡൽ ബുക്ക് ഡീറ്റെയിൽസ്. നമ്മൾ കൊടുത്തേക്കുന്നത് ബുക്കിനുള്ള ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് ഓപ്ഷൻ പറഞ്ഞുതരാം. ഒന്ന് ബുക്കിനുള്ള ഓപ്ഷനും ഒന്ന് പേപ്പർ വായിക്കാനുള്ള ഓപ്ഷനും. ബുക്കിനുള്ള ഓപ്ഷനാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കിൻഡൽ ബുക്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിലോട്ട് നമ്മൾ ഡയറക്റ്റ് ആക്കും. അതിൽ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് കൊടുക്കാം. പിന്നെ ബുക്ക് ടൈറ്റിൽ നിങ്ങളുടെ എൻ്റേത് വിസ്കേഴ്സ് ആൻഡ് ബേബി ബൂ എന്ന് പറയുന്ന ബുക്കാണ്. സോ ആ ബുക്ക് ടൈറ്റിൽ കൊടുക്കുക. അതിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അതായത് ഒരു സബ് ടൈറ്റിൽ, നമ്മൾ കുറച്ച് ക്യാച്ചി ആയിട്ടുള്ളൊരു സബ് ടൈറ്റിൽ കൊടുക്കുക. പിന്നെ ഇത് ഏതെങ്കിലും സീരീസിനകത്തോട്ട് ആഡ് ചെയ്യണമെന്ന് ചോദിക്കും. അത് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടാൽ മതി, അതൊക്കെ ഓപ്ഷനിലാണ്, കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ എഡീഷൻ, നമ്മളിത് ഒരു സെക്കൻഡ് എഡീഷനൊക്കെ ആയിട്ടാണ് ഇറക്കുന്നത് എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് എഡീഷനാണ്, സോ അത് വിട്ടേക്കുക. പിന്നെ ഓതറിൻ്റെ നെയിം കൊടുക്കുക, ഞാൻ എൻ്റെ പേര് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കോൺട്രിബ്യൂട്ടേഴ്സ്, അതും ഓപ്ഷനിലാണ്, അത് ലീവ് ചെയ്തേക്കുക. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ബുക്ക് ആമസോണിൽ കാണുന്നവർക്ക് എന്താണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളതെന്നൊരു ചെറിയ ഡീറ്റെയിൽ, അത് കണ്ടമാനം വലിച്ചു നീട്ടിയാലും നമുക്കറിയാം ആൾക്കാരത് വായിക്കില്ല. ചെറുതായിട്ട് എന്താണ് ബുക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് പബ്ലിഷിംഗ് റൈറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ്. പബ്ലിഷിംഗ് റൈറ്റ്സിൽ ഐ ഓൺ ദ കോപ്പി ആൻഡ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. പിന്നെ സെക്ഷലി എക്സ്പ്ലിസിറ്റ് കണ്ടൻസ് ഓർ ഇമേജസ് നമ്മുടെ ഇതിനകത്തുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊരു കിഡ്സ് ബുക്ക് ആയതുകൊണ്ട് ഓബിയസ്ലി അതിനകത്ത് ഇല്ല, സോ ഞാനത് നോ കൊടുത്തു. പിന്നെ പ്രൈമറി മാർക്കറ്റ് പ്ലേസ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ amazon.com തന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നെ കാറ്റഗറിക്കകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെ കുറച്ചധികം കാറ്റഗറീസ് തരുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത് ചിൽഡ്രൻസ് ബുക്സ്, ഏജ് 3 to 5, ബേസിക് കൺസെപ്റ്റ്സ്, ജനറൽ, ആ ഒരു ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. അതിനകത്ത് നിന്ന് നിങ്ങളുടെ ബുക്കിൻ്റെ നീഷ് അനുസരിച്ച്, നിങ്ങളുടെ ബുക്കിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഏതാണെന്ന് വെച്ചാൽ ഈസി ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് കീവേഡ് സെലക്ഷനാണ്. കീവേഡ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബുക്കിനകത്തുള്ള, ഇപ്പം എൻ്റേതൊരു ഒരു കുട്ടിയും തമ്മിലുള്ള ഒരു അഡ്വഞ്ചർ ടൈപ്പ് ഒരു കഥയാണ്. സോ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഏറ്റവും ബെറ്റർ എന്ന് പറയുമ്പോൾ ആൾക്കാർ ബേസിക്കലി സെർച്ച് ചെയ്യുന്ന എന്താണോ അത് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. അതായത് ചിൽഡ്രൻസ് ബുക്ക്, ബെഡ് ടൈം സ്റ്റോറീസ് ഫോർ കിഡ്സ് ബുക്ക്, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ എന്താണോ നമ്മളൊരു പിള്ളേർക്കുള്ള ബുക്ക് സെർച്ച് ചെയ്യുമ്പോൾ ആലോചിക്കുക, അത് അങ്ങനെ തന്നെ ഡയറക്റ്റ് കൊടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. ഇനി ഈ ഒരു സെഗ്മെൻറ്റിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന കീവേഡ്സ് എന്താണ്, ആമസോണിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന എന്താണെന്നുള്ളത് നമ്മൾ ChatGPT കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെ നമുക്ക് സജഷൻസ് വരും. പിന്നെ ഇതിനകത്ത് അധികം കണ്ടൻസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കീവേഡ്സ് കൊടുക്കാതിരിക്കുക. വളരെ സിമ്പിളായിട്ട് നമ്മളൊരു ഫോൺ എടുത്തിട്ട് എന്താ ടൈപ്പ് ചെയ്യുക, ഓക്കെ കിഡ്സ് ബുക്ക്, ചിൽഡ്രൻസ് ബുക്ക്, അവിടെ തീർന്നു. അത്രയും കണ്ടന്റ് കൊടുത്താൽ മതി ഈ കീവേഡിനകത്ത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രീ ഓർഡറായി നിങ്ങളിത് ഫോണിനകത്ത് ഡയറക്റ്റ് കൊടുക്കാൻ നോക്കുക. ആമസോൺ KDP തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ട്രയൽ തന്നെ അത് ഓക്കെ ആയി. പിന്നെ അടുത്തത് പോകുന്നത് ബുക്ക് ആണെങ്കിലത്തെ കാര്യമാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത്. അടുത്തത് പോകുന്നത് മാനുസ്ക്രിപ്റ്റിലോട്ടാണ്. മാനുസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബുക്കാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ
അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണം അത് പ്രോപ്പറായിട്ട് മാനുസ്ക്രിപ്റ്റിനകത്ത് ലേൺ മോർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. അതിനകത്ത് ടേബിൾ ഓഫ് കണ്ടന്റ് ഉണ്ടാവണം. ആ ഓരോ ടേബിൾ ഓഫ് കണ്ടന്റിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴും ആ പേജിലോട്ട് നമ്മളെ ഡയറക്റ്റ് ചെയ്യണം. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ വളരെ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ഈസി ആയിട്ട് വേർഡിൽ ചെയ്യാമെന്നുള്ളൂ. വേർഡിൽ ഹൈപ്പർ ലിങ്ക് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കൊടുത്താൽ മതി. അങ്ങനെയാണ് മാനുസ്ക്രിപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് പേപ്പർ ബാക്കിലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വീഡിയോ ത്രൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ബുക്കായിട്ട് ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ഫിസിക്കൽ ബുക്കായിട്ട് സെല് ചെയ്യാൻ പറ്റുമെന്ന്. ഇത്ര നേരം പറഞ്ഞിരുന്നത് കിൻഡൽ ഇ ബുക്ക് പബ്ലിക്കേഷൻ്റെ കാര്യം. അതായത് നമ്മളൊരു ഇ ബുക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ തന്നെ PDF ആയിട്ട് ഇ ബുക്കായിട്ട് യൂസേഴ്സിന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിനകത്ത് വേറെ എക്സ്ട്രാ ചിലവും കൂടുതൽ കോസ്റ്റ്ലി ഒന്നുമല്ല. നമുക്ക് ചെറിയ റേറ്റിൽ തന്നെ ബുക്ക് വിൽക്കാനും പറ്റും. പക്ഷേ ഇതെന്ന് പറയുന്നത് പേപ്പർ ബാക്കാണ്. നമുക്ക് ഫിസിക്കലി ഒരു ബുക്കായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിനായിട്ട് നമ്മൾ ഈ ക്രിയേറ്റ് പേപ്പർ ബാക്ക് എന്നുള്ള എടുക്കുക. ആ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ ഇത്ര നേരം ഈ ബുക്കിനകത്ത് ചെയ്ത് അതേ ഡീറ്റെയിൽസ് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ സെയിം ആണ്. അത് കാരണമാണ് ഈ ബുക്കിൻ്റേത് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ അതേപടി തന്നെ സെയിം ആണ്. സോ നമ്മൾ ബുക്കിൻ്റെ കാര്യങ്ങളും എഡിഷൻ, ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് റിലീസ് മൈ ബുക്ക് ഫോർ സെയിൽ നൗ അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. അതായത് നമ്മളൊരു ഇതുപോലെ ബുക്സൊക്കെ പബ്ലിഷ് ചെയ്ത് അത്യാവശ്യം ഫേമസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബുക്കിന് റിലീസ് ചെയ്യുന്നതിനൊരു ഡേറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ട് ഇന്ന ഡേറ്റിൽ റിലീസ് ആവും എന്ന് നമുക്ക് പറഞ്ഞിട്ട് അത് വേണമെങ്കിൽ പബ്ലിക് ആക്കാം, അത് വേണമെങ്കിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. പക്ഷേ ഇപ്പോൾ നമുക്ക് റിലീസ് ബൈ ബുക്ക് ഫോർ സെയിൽ നൗ എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മാത്രം മതി. പിന്നെ അത് സേവ് ചെയ്യുക, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുമ്പോഴത്തേന് അടുത്ത പേജിൽ കുറച്ചധികം കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ കേൾക്കുക. ആദ്യം തന്നെ ഈ അസൈൻ ISBN എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ISBN നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർട്ടിഫൈഡ് ഓതർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നാഷണൽ സ്റ്റാൻഡേർഡ് ബുക്ക് നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടാവും. അതായത് ബുക്കുകൾക്കൊക്കെ ഉള്ളൊരു ആധാർ നമ്പർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്കിപ്പോൾ നിലവിൽ അതില്ല. സോ നമുക്ക് ആമസോണിൻ്റെ ISBN തന്നെ ഉപയോഗിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഇത് ഗെറ്റ് ഫ്രീ KDP ISBN എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളത് ക്ലിക്ക് ചെയ്ത് വെക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് 4 തരത്തിലുള്ള ബുക്കുകളെ കുറിച്ചിട്ട് റെഫർ ചെയ്തിട്ടുണ്ട്. ഇതിലേതാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിൽ നമുക്ക് നമ്മുടെ ബുക്കിൻ്റെ സൈസ്, നമ്മൾ പേജ് ഡിസൈൻ ചെയ്യുമല്ലോ, പേജ് ഡിസൈൻ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. പേജ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഏത് സൈസിലാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്ത് വെച്ചേക്കുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സൈസ് ഇതിനകത്ത് കൊടുക്കുക. ഞാനിപ്പം എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ 8:10 എന്ന് പറയുന്ന സൈസാണ്. അതായത് നമ്മൾ നോർമലി ഇൻസ്റ്റാഗ്രാം പോസ്റ്റൊക്കെ കയറുകയല്ലേ, ആ ഒരു സെയിം സൈസ് 4:5 എന്ന് പറയുന്ന ആ ഒരു റേഷ്യോയിലുള്ള സാധനമാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. പിന്നെ ബ്ലേഡ് സെറ്റിങ്സ് കൊടുക്കുക, പേപ്പർ എന്ത് ഫിനിഷാണ്, മാറ്റാണോ ഗ്ലോസി ആണെന്ന് കൊടുക്കുക. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് അപ്ലോഡിങ് ദ മാനുസ്ക്രിപ്റ്റ് അപ്ലോഡ് ചെയ്യാൻ നേരത്ത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഓൾറെഡി ഒരു ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ട്യൂട്ടോറിയൽ കാണിക്കാം. അത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേന്, വേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെയുള്ള ആപ്പാടെ നമ്മൾ ഇതിനകത്ത് AI യൂസ് ചെയ്തിട്ടുണ്ടോ, എന്നാൽ ടെക്സ്റ്റിനകത്ത് എന്തോരം യൂസ് ചെയ്തിട്ടുണ്ട്, മോസ്റ്റ്ലി നമ്മൾ എഡിറ്റഡ് ആണ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഇമേജിനകത്ത് നമ്മൾ എന്തോരം യൂസ് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യം. അത് കാരണമാണ് ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിട്ടത്. നമ്മൾ എടുത്തേക്കുന്നത് തന്നെ കൊടുത്താൽ മതി. ChatGPT പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചേക്കുന്ന Google ട്രാൻസ്ലേറ്റ്, ഈ ഒരു ഓപ്ഷൻ അതിനകത്ത് തന്നെ അവൈലബിൾ ആണ്. അത് ജസ്റ്റ് ഓക്കെ കൊടുത്ത് വിട്ടാൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് ലോഞ്ച് പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എറർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടാവും. നമ്മുടെ കവറിൽ എറർ ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ കൊടുത്തേക്കുന്ന എല്ലാ പേജിലും എറർ ഉണ്ട്. അത് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു 8:10 എന്നുള്ള സൈസാണ് എടുത്തേക്കുന്നത്. പക്ഷേ ഇതിൽ ആമസോൺ പ്രിഫർ ചെയ്യുന്ന ഒരു സൈസ് ഉണ്ട്. ആ ഒരു സൈസ് കൊടുത്താൽ മാത്രമേ ഇതിനകത്ത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ എറർ എന്നുള്ള ഓപ്ഷൻ 8:10 എന്നുള്ള സൈസാണെന്നുണ്ടെങ്കിൽ 8.125, 10ന് പകരം 10.25 എന്ന സൈസ് കൊടുക്കുക. ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും എക്സാമ്പിൾസ് ഓഫ് പേജ് സൈസ് വിത്ത് ആൻഡ് വിത്തൗട്ട് ബ്ലീഡ്. അത് ആമസോൺ KDP തന്നെ പ്രിഫർ ചെയ്തേക്കുന്ന കുറച്ച് സൈസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതാണിത്. ഇതിനകത്ത് നമ്മുടെ 8:10 എന്ന് പറയുന്നത് ഞാൻ എടുത്തേക്കുന്ന സൈസാണ്. നിങ്ങൾക്ക് ഏത് സൈസ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. 8:10 ഇപ്പുറത്ത് പേജ് സൈസ് വിത്ത് ബ്ലീഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ നമുക്ക് 8.125 × 10.25 എന്നുള്ള ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. സോ ഞാൻ ഓൾറെഡി ഈ പേജസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ കാണുന്നത്, എങ്ങനെ ബ്ലീഡ് ഇടണം എന്നുള്ളതും. അതേപോലെ തന്നെ ഇതിനൊരു സൈസ് ഉണ്ട്, 0.375 ആണ് നമ്മളിടുന്ന ബ്ലീഡ്. ഞാൻ ഈ ഒരു 8:10 എന്നുള്ള പേജിൻ്റെ രീതിയിൽ പറയാം. 8:10 പേജാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 8.125 എന്നുള്ളത് വിട്ടായിട്ടും അതേപോലെ തന്നെ 10.25 എന്നുള്ളത് ഹൈറ്റായിട്ടും കൊടുക്കുക. ഇപ്പോൾ കവറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഇരട്ടി, വിട്ട് മാത്രം ഇരട്ടി കൊടുക്കുക. കാരണം ഫ്രണ്ട് കവറും ബാക്ക് കവറും ഒന്നിച്ചാണ് ഇവർ പ്രിൻറ്റ് ചെയ്യുക. ആ ഒരു കറക്റ്റ് റേഷ്യോ കൊടുക്കുക.
ഇനി പേജസിൻ്റെ കേസസിൽ നമ്മൾ 8.125ഉം 10.25ഉം കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലീഡ് വരിക. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്യാൻവയിൽ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിച്ചു തരാം. നമ്മളൊരു ക്രിയേറ്റ് ന്യൂ ഡിസൈൻ കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു വിഡ്ത്തും ഹൈറ്റും നമ്മൾ ഈ കാണിച്ചേക്കുന്ന ഇത് കണ്ടോ 8.125 10.25 ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ കൊടുക്കുന്നു. അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ക്രിയേറ്റ് ആയിട്ട് വരും. അവിടെ നമ്മൾ സെറ്റിങ്സിനകത്ത് പോയിട്ട് മാർജിൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. മാർജിൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ഏകദേശം 0.375 ഏറ്റവും അടുത്തുള്ള നമ്പറിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. എലമെൻസിനകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷേപ്സ് കാണാൻ പറ്റും. എലമെൻസിൽ വന്ന ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്ത് കറക്റ്റ് ആ മാർജിൻ്റെ സൈസിൽ ആക്കി വെക്കുക. ശരിക്കും ഒരു സ്ക്വയറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സ്ക്വയർ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ബേസിൽ അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. എന്നിട്ട് അത് ഇതുപോലെ എല്ലാ സൈഡിലും കൊണ്ടുപോയി വെച്ചിട്ട് നിങ്ങൾ മാർജിൻ ആഡ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ കാര്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. റെക്റ്റാങ്കിൾ കൊണ്ടുപോയി വെക്കുന്നു, അല്ലെങ്കിൽ സ്ക്വയർ കൊണ്ടുപോയി വെക്കുന്നു, മാർജിൻ ആഡ് ചെയ്യുന്നു, സ്ക്വയർ കൊണ്ടുപോയി വെക്കുന്നു, മാർജിൻ ആഡ് ചെയ്യുന്നു. അങ്ങനെ 4 സൈഡിലും സെയിം ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്യാം. 0.375 എന്നുള്ള രീതിയിൽ. അതാദ്യം നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചേക്കുന്നത്, കാരണം അത് സിമ്പിളാണ്. സോ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ലോഡ് ഫയൽസ് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ChatGPT നിന്ന് എടുത്തേക്കുന്ന പേജസ് ഉണ്ടല്ലോ, പേജിൽ എന്തൊക്കെയാണ് വരേണ്ടതെന്നുള്ളതും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം വെച്ചിട്ട് ഞാൻ ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന ഒരു ഇതാണ് ഞാൻ കാണിക്കുന്നത്. ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നത് ഞാൻ എൻ്റെ ട്യൂട്ടോറിയൽ ജസ്റ്റ് എടുത്ത് വെച്ചായിരുന്നു. പക്ഷേ നമുക്കിത് ക്യാൻവയ്ക്കകത്ത് ഈസി ആയിട്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരുന്നത് നമുക്ക് ക്യാൻവ പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ ചെയ്യാമെന്നാണ്. അത് കാരണമാണ് ഞാൻ ഫോട്ടോഷോപ്പിലെ ട്യൂട്ടോറിയൽ വലിയ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യാത്തത്. ക്യാൻവയിൽ നമ്മൾ വരിക, ഇതുപോലെ തന്നെ പേജസ് ഇടുക. ഞാനിപ്പോൾ ഓൾറെഡി ടെക്സ്റ്റ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിമ്പിളാണ്, ടെക്സ്റ്റ് ആഡ് ചെയ്യുക. നമുക്ക് എന്താണോ ആ പേജിൽ തന്നേക്കുന്നത്, ChatGPTയിൽ ഇതുപോലെ പേജിൽ തന്നേക്കുന്നത് അതെടുത്തിട്ട് അങ്ങനെ തന്നെ ആഡ് ചെയ്യുക. ഓരോ പേജിലും ഓരോ ടെക്സ്റ്റ് ആയിരിക്കുമല്ലോ, അത് ആഡ് ചെയ്ത് വെക്കുന്നു. നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് ഒരു 2 ക്ലൗഡിൻ്റെ PNG എടുത്തിട്ട് ബാക്കിൽ വെച്ചിട്ടുണ്ട്, ആ ടെക്സ്റ്റ് ക്ലിയർ ആയിട്ട് കാണാനായിട്ട്. കാരണം ChatGPT തന്നെ തരുന്ന ഇമേജസും AI ജനറേറ്റഡ് ഇമേജസ് ആയത് കാരണം നമുക്ക് ടെക്സ്റ്റിനുള്ള ആ ഒരു പോർഷൻ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പം ജസ്റ്റ് ഒരു ക്ലൗഡിൻ്റെ PNG ആണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഇടാം, ജസ്റ്റ് ഒരു സർക്കിൾ ഇട്ടാലും മതി. വാട്ട് എവർ നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് ടെക്സ്റ്റ് ആഡ് ചെയ്യുക. അതിനുശേഷം കൃത്യമായിട്ട് ആ ഒരു ബ്ലേഡിന് അകത്ത് വരുന്ന പോലെ നമ്മൾ എല്ലാ ഇമേജസും ഇതുപോലെ വെക്കുക. എല്ലാ ഇമേജസും ഇതുപോലെ തന്നെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഷെയർ എന്നുള്ള ഓപ്ഷൻ കണ്ടോ, ഷെയർ എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഡൗൺലോഡിനുള്ള ഓപ്ഷൻ വരും. അവിടെ നമ്മൾ PNG എന്നുള്ളത് മാറ്റിയിട്ട് PDF ആക്കി കൊടുക്കുക. PDF പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് ആ ഫ്ലാറ്റൻ PDF എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. പേജസിൻ്റെ എണ്ണം അവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ RGB ബെസ്റ്റ് ഫോർ ഡിജിറ്റൽ യൂസ് ആൻഡ് CMYK ഉണ്ട്. CMYK പക്ഷേ പ്രോ യൂസേഴ്സിന് മാത്രമാണ്, പ്രീമിയം പ്ലാൻ എടുക്കണം. അപ്പോൾ നമ്മളിവിടെ ബേസിക്കലി വലിയ ചിലവില്ലാതെ ചെയ്യുന്ന പരിപാടിയാണ്. RGB തന്നെ കൊടുക്കുക, ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്കൊരു PDF ആയിട്ട് നമ്മുടെ ഡൗൺലോഡ്സിനകത്തോട്ട് വരും. ആ വരുന്ന സാധനം എടുത്തിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ KDP ചെന്ന് അപ്ലോഡ് മാനുസ്ക്രിപ്റ്റ് കൊടുക്കുക. കവർ ഇതുപോലെ തന്നെ ഡിസൈൻ ചെയ്യണം കേട്ടോ. കവർ ഇതുപോലെ 375 എന്നുള്ള ബ്ലീഡ് ഇട്ടിട്ട് സ്ക്വയർ ഓർ റെക്റ്റാങ്കിൾ വെക്കുക. 4 സൈഡും സെയിം ആക്കുക. ഇപ്പം കവർ അപ്ലോഡ് ചെയ്യാൻ നേരത്തെ ഇതിനകത്തൊരു റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് അത് തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ. ആ കവർ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന് തെറ്റാണെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ ഒരു റേഷ്യോ പറയും, ഞങ്ങൾ ഇന്ന സൈസിലുള്ള കവറാണ്, അതായത് 16.311:10.250 എന്നുള്ള റേഷ്യോ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് 16:10 എന്നുള്ള റേഷ്യോയിലായിരുന്നു. സോ നമുക്ക് ആ ഒരു ബ്ലീഡ് ഇടാനുള്ള ഓപ്ഷനും കൂടെ കൊടുത്തിട്ട് വേണം. അതാണ് ഞാൻ പറഞ്ഞത്, കറക്റ്റ് ആ ഒരു എമൗണ്ടിൽ കൊടുത്തിട്ട് നിങ്ങൾ 0.375 എന്നുള്ള ബ്ലീഡ് എല്ലാ സൈഡിലും ഇടുക. എന്നിട്ട് നേരെ ആ ഒരു ഇമേജ് അങ്ങോട്ട് ആഡ് ചെയ്യുക. 2 ഇമേജ് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ബാക്ക് കവറിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന ഇമേജാണിത്, ഫ്രണ്ട് കവറിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന ഇമേജാണിത്. രണ്ടും ആഡ് ചെയ്യുക. ഒരു സിംഗിൾ PDF ആയിട്ട് അത് കൺവേർട്ട് ചെയ്യുക. ദെൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. സിമ്പിൾ. അങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇത് കണ്ടോ അല്ല, ഓക്കെ, ഇതെല്ലാം ബ്ലീഡിനകത്ത് തന്നെ വന്നു. ഇപ്പോൾ നമുക്ക് എറർ സിമ്പിൾ കാണിക്കുന്നില്ല, ക്വാളിറ്റി ചെക്ക് ഓക്കെയാണ്. ഇനി നമുക്ക് താഴെ അപ്രൂവ് എന്നുള്ള ഓപ്ഷൻ മാത്രം കൊടുത്താൽ മതി. നമുക്ക് അപ്രൂവ് കൊടുക്കുക. പിന്നെ നമ്മൾ നേരെ താഴെ വന്നിട്ട് ഇവിടെ ഇവർ ഇട്ടിട്ടുണ്ട് ഇങ്ക് ആൻഡ് പേപ്പർ ടൈപ്പാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ബ്ലീഡ് സെറ്റിങ്സ് നോ ബ്ലീഡാണ് കൊടുത്തേക്കുന്നത്. പേപ്പർ പൈ കവർ ഫിനിഷ് മാറ്റാണ് കൊടുത്തേക്കുന്നത്. ട്രിം സൈസ് 8:10 ആണ് കൊടുത്തേക്കുന്നത്. പേജ് കൗണ്ട് എന്ന് പറയുന്നത് 26 ആണ്. അതേപോലെ തന്നെ ഒരു ബുക്കിന് പ്രിൻറ്റ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് ആയിട്ട് $4.20 വരെ. നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓർഡർ വരുന്നതനുസരിച്ചാണല്ലോ പ്രിൻറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഓർഡർ വന്നാലേ ആ ഒരു ചിലവ് പോകത്തുള്ളൂ. അതാണ് നമ്മൾ ആമസോണിന് ഇത്ര % കൊടുക്കണം എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ കൊടുത്തേക്കുന്ന എല്ലാം ഭയങ്കര ഹൈ ക്വാളിറ്റി സാധനമായത് കാണാനാണ് ഈ ഒരു റേറ്റ് വരുന്നത്. അതിനകത്ത് ഞാൻ ഏറ്റവും ആദ്യം 4 ഓപ്ഷൻസ് കാണിച്ചായിരുന്നല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാര്യങ്ങളൊക്കെ.
അപ്പോൾ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചെയ്യാനുണ്ട്. നമുക്ക് കിഡ്സിൻ്റെ കളറിംഗ് ബുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്യാം. ഇപ്പോൾ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ല, നമുക്ക് പേപ്പറിൻ്റെ എണ്ണം കുറവ് മതി, അതേപോലെ തന്നെ പ്രിൻറ്റിംഗ് കോസ്റ്റ് കുറവാണ്. സോ ഈ എടുക്കുന്ന $4.20 എന്ന് പറയുന്ന ഒന്നും ഉണ്ടാവില്ല, ഭയങ്കര കുറവായിരിക്കും ആമസോൺ എടുക്കുന്ന കമ്മീഷൻ. അങ്ങനെ നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ നമുക്ക് സ്റ്റോറീസ് ആഡ് ചെയ്യാം. ക്യാരക്ടേഴ്സ് ഇല്ലേ, ക്യാരക്ടേഴ്സിനെ മാത്രം നമുക്ക് ഇതുപോലെ കളർ അടിക്കാൻ പാകത്തിനാക്കിയിട്ട് വെച്ചിട്ട് അതിൻ്റെ താഴെ സ്റ്റോറി ഇടുക. പിള്ളേർക്ക് സ്റ്റോറിയും വായിക്കാം, അതേപോലെ തന്നെ കളർ ചെയ്യാനുള്ള ഓപ്ഷനും കിട്ടും. ക്യാരക്ടേഴ്സിന് അവരുടെ ഇമാജിനേഷൻ അനുസരിച്ച് ഡ്രോ ചെയ്യാം. ഇനി നമുക്ക് അവിടെ തന്നെ ഡോട്ട്സ് കൊടുക്കാം. ഈ ഡോട്ട്സ് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇമാജിനറി ക്യാരക്ടറിനെ കിട്ടും എന്ന് പറയാം. ഇനി അവിടെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വരയ്ക്കാനായിട്ടുള്ള സ്പേസ് മാത്രമായിട്ട് ഇട്ടേക്കാം, വെറും ഒരു ബ്ലാങ്ക് സ്പേസ് ഇട്ടിട്ട് അത് നിങ്ങളുടെ ഇമാജിനറി വേൾഡിൽ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടർ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ വെറും ബ്ലാങ്ക് സ്പേസ് ഇട്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുക്കായിട്ട് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. വാട്ട് എവർ നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. ഇനി നമുക്ക് സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേന് നമ്മൾ പേപ്പർ ബാക്ക് റൈറ്റ്സ് ആൻഡ് പ്രൈസിങ് എന്നുള്ള ഓപ്ഷനിലോട്ട് എത്തും. അവിടെ നമ്മൾ പ്രൈസിങ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ ഓൾ ടെറിട്ടറീസ് ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ എത്ര സ്ഥലത്തോട്ട് വേണമെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന ഓപ്ഷൻസ് തന്നെ കൊടുക്കുക. നമ്മളൊരു പ്രൈസ് അവർ തന്നെ ഡിസൈഡ് ചെയ്ത് തന്നിട്ടുണ്ടാവും, അതായത് മിനിമം $7 എങ്കിലും വെക്കണം എന്നുള്ളത്. $7 എന്നുള്ള ഓപ്ഷൻ, ഓക്കെ $7 എന്നുള്ള ഓപ്ഷൻ വെക്കുന്നു. അത് കഴിയുമ്പോഴത്തേന് നമുക്ക് അതിൻ്റെ താഴോട്ട് ഏതൊക്കെ ഇപ്പം INR-ലാണെങ്കിൽ എത്ര, അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അതെല്ലാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അതിന് താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാണാനായിട്ട് പറ്റും. പിന്നെ റിക്വസ്റ്റ് ബുക്ക് പ്രൂഫ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് എങ്ങനെയാണോ ബുക്ക് പ്രിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ പറ്റുക, എങ്ങനെയാണോ വരിക, എങ്ങനെയാണോ ഫിസിക്കൽ ബുക്കായിട്ടിരിക്കുക എന്നുള്ളത് നമുക്ക് റിക്വസ്റ്റ് ബുക്ക് പ്രൂഫ് കൊടുക്കാനായിട്ട് പറ്റും. ഒന്നുമില്ല, നമ്മൾ നേരെ ഡയറക്റ്റ് പബ്ലിഷ് കൊടുക്കുന്നു. പബ്ലിഷ് യുവർ പേപ്പർ ബാക്ക് ബുക്ക്. ഒരു പേപ്പർ ബാക്ക് ഹാസ് ബീൻ സബ്മിറ്റഡ്. ഇത് 72 മണിക്കൂർ കഴിയുമ്പോഴത്തേന് ഇത് റിവ്യൂ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമസോൺ ഇത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് അപ്ലോഡ് ചെയ്യത്തുള്ളൂ കേട്ടോ. നമ്മൾ ഈ കൊടുത്തേക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, നമ്മളില്ലെന്ന് കേട്ടോട്ടെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ, ബാക്കി നമ്മൾ കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസൊക്കെ ഇവർ റെഫർ ചെയ്തിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുക. സോ ആ ഒരു റിവ്യൂ ടൈം ഒരു 72 മണിക്കൂറോളം ടേക്ക് ചെയ്യും, അതിനുള്ളിൽ നമുക്കാവും. അപ്പം അത്രയും സമയം കഴിയുമ്പോഴത്തേന് നമുക്ക് വന്ന് ചെക്ക് ചെയ്യാം, റീചെക്ക് ചെയ്യാം. നമ്മൾ ആ സെർച്ച് ചെയ്ത് വെച്ചേക്കുന്ന സൈറ്റിൽ തന്നെ വന്നിട്ട് KDP സെർച്ച് ചെയ്താൽ മതി. നമ്മൾ ആക്കി വെച്ചേക്കുന്ന പ്രോസസ്സിൻ്റെ ബാക്കിയായിട്ട് കിട്ടും. ഇനി അതല്ലെങ്കിൽ നമുക്ക് ബുക്ക് മാർക്കായിട്ട് വല്ല ആഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ബുക്ക് മാർക്കിൽ നിന്ന് എടുത്താൽ മതി, നമുക്കത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് കഴിയുമ്പോൾ നമ്മുടെ മെയിലിനകത്തോട്ടൊരു ഇത് വരും, കൺഫേം ആയി എന്നുള്ളത്. ഇനി ഓക്കെ, ക്ലോസ് കൊടുക്കുക. ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു പേപ്പർ ബാക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട്. പേപ്പർ ബാക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിസിക്കൽ ബുക്കായിട്ട് പ്രിൻറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ബുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് മാനുസ്ക്രിപ്റ്റിൽ വരുന്ന ഒരു ചെറിയ കുഴപ്പം മാത്രമുള്ള, അതുപോലെ തന്നെ കവറും കാര്യങ്ങളും എല്ലാം അപ്ലോഡ് ചെയ്യുക, അതുപോലെ ഈ ബുക്ക് പബ്ലിഷ് ആവും. ഇനിയാണ് ഇതിൻ്റെ മറ്റൊരു സൈഡ് കിടക്കുന്നത്. ഇത് നമുക്ക് മാർക്കറ്റ് ചെയ്യണം. നമുക്കിത് ഏത് രീതിയിൽ വേണമെങ്കിൽ മാർക്കറ്റ് ചെയ്യാം. ഇതിനകത്തെ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളൊരു ക്യാരക്ടറിനെ ഫിക്സ് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഇപ്പം ഒരു ജിറാഫാന്ന് വിചാരിക്കുക ഒരു ക്യാരക്ടർ. ഇപ്പം കിഡ്സിൻ്റെ ബുക്കാണെന്നുണ്ടെങ്കിൽ ഒരു ജിറാഫാന്ന് വിചാരിക്കുക ഒരു ക്യാരക്ടർ. അല്ലെങ്കിൽ നിങ്ങളുടെ ഇമാജിനറിയിൽ വരുന്ന എന്തെങ്കിലും ഒരു ക്യാരക്ടറിനെ നിങ്ങൾ ഫിക്സ് ചെയ്യുന്ന ക്യാരക്ടറിനെ വെച്ചിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇൻസ്റ്റാ ത്രൂ മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ക്യാരക്ടേഴ്സിന് നിങ്ങൾക്ക് 3D മോഡൽസ് ഉണ്ടാക്കാൻ പറ്റും, ടോയ്സ്, വാട്ട് എവർ. നിങ്ങൾക്ക് ഇതിനകത്ത് ക്യാഷ് എറിഞ്ഞ് കളിക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് അത് മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഇങ്ങനെ ഒരു ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡെയിലി വീഡിയോസ് ഇടുക, നമുക്ക് വരുന്ന സെയിൽസിൻ്റെ വീഡിയോസ് ഇടുക. സോ ഇപ്പോൾ ഈ പറഞ്ഞ ഏത് രീതിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ആമസോണിൻ്റെ ഒരു സെഗ്മെൻറ്റാണ്. ആമസോൺ KDP എന്ന് പറയുന്നത്, കിൻഡൽ ഡയറക്റ്റ് പബ്ലിഷ് എന്ന് പറയുന്നത്. ഈ രീതിക്ക് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷേ കൂടുതൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുക ആമസോണിൽ ലിസ്റ്റ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും. ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ലിസ്റ്റ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും ബെറ്റർ. ഇതൊരു സെഗ്മെൻറ്റാണ്, നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് പ്രൊഡക്ട്സ് ഇങ്ങോട്ട് ബൈ ചെയ്യേണ്ട, നമുക്ക് പ്രൊഡക്ട്സ് ഡിസൈൻ ചെയ്തിട്ട് അതൊരു ഫിസിക്കൽ പ്രൊഡക്റ്റായിട്ട് വിൽക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി അതല്ല നിങ്ങൾക്ക് ആമസോണിൽ ലിസ്റ്റ് ചെയ്യണം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, ഇനി അതല്ല അത് മാർക്കറ്റ് ചെയ്യണമെന്നോ അതിൽ അസിസ്റ്റൻസ് വേണമെന്നോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഡയറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 400ഓളം കമ്പനീസ് ഓൾറെഡി ചെയ്തിട്ടുമുണ്ട്. സോ ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം, നിങ്ങൾക്കൊരു ക്ലാസ് ആയിട്ട് തന്നെ എടുത്തു തരാം. സോ ഇത്രേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആമസോൺ KDPയുടെ ഒരു ഡീറ്റെയിൽഡ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്തത്. ഇതിനകത്തും എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇനിയും കൂടുതൽ ഫർദറായിട്ട് നമ്മളതിൻ്റെ വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി അതെല്ലാം ഒരു ഫുൾ യൂട്യൂബ് വീഡിയോ അല്ലാതെ ഒരു റീൽ വീഡിയോ ആയിട്ട് വേണമെങ്കിലും ചെയ്യാനായിട്ട് നോക്കാം. അടുത്തൊരു ബിസിനസ് ഐഡിയ ആയിട്ട്, അടുത്ത ബണ്ടിൽ ഓഫ് ബിസിനസ് ഐഡിയാസുമായിട്ട്, അതെങ്ങനെ ചെയ്യണം എന്നുള്ള ട്യൂട്ടോറിയൽസുമായിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ഐ എം ഡൈസ് ആൻ്റണി സൈനിങ് ഓഫ് ഫ്രം എൻ്റെ ബിസിനസ്. ബൈ.